Hi guys, welcome back to my YouTube channel Medical Study with me Anu. Myself Anupama. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡ്രഗ്സ് യൂസ്ഡ് ഇൻ പെപ്റ്റിക് അൾസറിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 വീഡിയോ കാണാതെ പാർട്ട് 2 വീഡിയോ കാണുന്നവർ പോയി അത് കണ്ടിട്ട് വരിക. ആൻഡ് അതൊരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അതിനകത്ത് അൻറ്റാസിഡ്സിൻ്റെ കാര്യം പറഞ്ഞു. ആൻഡ് പാർട്ട് 2 ബാക്കി സബ് ക്ലാസ്സസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നോക്കാൻ പോകുന്നത് H2 റിസപ്റ്റർ ബ്ലോക്കേഴ്സ് ആൻഡ് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് ആണ്. ഡ്രഗ് യൂസ്ഡ് ഇൻ പെപ്റ്റിക് അൾസറിൻ്റെ സെക്കൻഡ് പാർട്ട്. ഡ്രഗ് H2 റിസപ്റ്റർ ബ്ലോക്കേഴ്സ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ ആയിട്ട് റാനിറ്റിഡിൻ, സിമിറ്റിഡിൻ, റോക്സാറ്റിഡിൻസ്, ടിഡിൻ വരുന്നവരാണ്. ദേ ബ്ലോക്ക് H2 റിസപ്റ്റേഴ്സ് ഓൺ ദി പറൈറ്റൽ സെൽ ആൻഡ് കോസസ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ. അങ്ങനെ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ വരുമ്പോൾ എന്ത് പറ്റും? ദേ ഡിക്രീസസ് ദി ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ. ഈ പറൈറ്റൽ സെല്ലുള്ള H2 റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ എന്ത് കുറയും? ഈ ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ എന്ത് കുറയും എന്നാൽ വോളിയം കുറയും ആൻഡ് അസിഡിറ്റിയും കുറയും. അസിഡിറ്റി ഓഫ് ബേസൽ, നോക്ചേർണൽ ആൻഡ് ഫുഡ് ഇൻഡ്യൂസ്ഡ് സെക്രീഷൻസ് കുറയ്ക്കും. നോക്ചേർണൽ സെക്രീഷൻ കൂടുമ്പോഴാണ് ഈ പെപ്റ്റിക് അൾസർ കൂടുതൽ വേഴ്സൺ ആവുന്നത്. സോ നോക്ചേർണൽ സെക്രീഷൻ കുറയ്ക്കുന്നതോടെ ഇത് ഹീൽസ് പെപ്റ്റിക് അൾസർ. നൗ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഓർ ADR. ഫസ്റ്റ് പറയാൻ പോകുന്നത് സിമിറ്റിഡിൻ്റെയാണ്, പിന്നെ റാനിറ്റിഡിൻ്റെ. സിമിറ്റിഡിൻ്റെ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. അതിന് മുമ്പ് ADR പറയുമ്പോൾ കോമൺ ആയിട്ടുള്ള ADR ദേ ഷുഡ് ബി അവോയ്ഡഡ് ഇൻ പ്രഗ്നൻസി ആൻഡ് ലാക്ടേഷൻ. ബിക്കോസ് ഇവർക്ക് ബ്ലഡ് ബ്രെയിൻ ബാരിയർ അല്ല, പ്ലാസെൻ്റൽ ബാരിയറിൽ കടന്നു പോകാൻ പറ്റും. അതുകൂടാതെ മിൽക്കിൽ സെക്രേറ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. സോ പ്രഗ്നൻസിയിലും ലാക്ടേഷനിലും ഈ H2 റിസപ്റ്റർ ബ്ലോക്കേഴ്സ്, പെപ്റ്റിക് അൾസറിന് കൊടുക്കുന്ന H2 റിസപ്റ്റർ ബ്ലോക്കേഴ്സൊക്കെ അവോയ്ഡ് ചെയ്യണം. ദെൻ സിമിറ്റിഡിൻ്റെ റാനിറ്റിഡിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നുണ്ട്. സിമിറ്റിഡിൻ്റെ ആണെങ്കിൽ ദേ ഹാവ് ആൻറ്റി അഡ്രിനർജിക് ഇഫക്റ്റ്. ആൻറ്റി അഡ്രിനർജിക് ഇഫക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ദേ ഇൻഹിബിറ്റ് ബൈൻഡിങ് ഓഫ് ടെസ്റ്റോസ്റ്റിറോൺ ടു ആൻഡ്രോജൻ റിസപ്റ്റേഴ്സ്. ആൻഡ്രോജൻ റിസപ്റ്ററിലേക്ക് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അറ്റാച്ച്മെൻറ്റ് ബൈൻഡിങ് അത് പ്രിവെൻറ്റ് ചെയ്യും ബൈ ഡിസ്പ്ലേസ്മെൻറ്റ്. ദേ ജസ്റ്റ് ഡിസ്പ്ലേസ്. H2 റിസപ്റ്റർ ബ്ലോക്കേഴ്സ് വന്നിട്ട് ഈ ആൻഡ്രോജനെ ഡിസ്പ്ലേസ് ചെയ്യും. ഇവിടുന്ന് ആൻഡ്രോജൻ റിസപ്റ്ററിൽ നിന്ന് ടെസ്റ്റോസ്റ്റിറോണിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. ദെൻ അത് മാത്രമല്ല ഉണ്ടാക്കുന്നത്, ഇങ്ങനെ ടെസ്റ്റോസ്റ്റിറോണിനെ ഡിസ്പ്ലേസ് ചെയ്യും. കൂടാതെ അത് ഇൻക്രീസസ് ദി പ്രൊലാക്റ്റിൻ ലെവൽ, ഇൻഹിബിറ്റ് ഈസ്ട്രോജൻ മെറ്റബോളിസം ഇൻ ദി ലിവർ, ഇതൊക്കെ ചെയ്യും. ആൻഡ് ഓൾസോ പ്രൊലോങ്ഡ് ആയിട്ട് ഇത് H2 റിസപ്റ്റർ ബ്ലോക്കേഴ്സ് എടുക്കുന്ന ഒരാൾക്ക് ഗൈനക്കോമാസ്റ്റിയ ഡെവലപ്പ് ചെയ്യും, സ്പേം കൗണ്ട് ഡിക്രീസ് ചെയ്യും, ഇമ്പോർട്ടൻസ് ഉണ്ടാവും, ലോസ് ഓഫ് ലിബിഡോ ഇൻ മെൻ ആൻഡ് ഗാലക്ടോറിയ ഇൻ വുമൺ. ഇതാണ് പ്രൊലോങ്ഡ് ആക്ഷൻ കൊണ്ടുണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ്. ഗൈനക്കോമാസ്റ്റിയ, ഡിക്രീസ്ഡ് സ്പേം കൗണ്ട്, ഇമ്പോർട്ടൻസ്, ലോസ് ഓഫ് ലിബിഡോ ഇൻ മെൻ, ഗാലക്ടോറിയ ഇൻ വുമൺ. ഇത് കൂടാതെ ഇതിന് CNS ഇഫക്റ്റ് ഉണ്ട്, CVS ഇഫക്റ്റ് ഉണ്ട്. ഇതിനകത്ത് CNS ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഹലൂസിനേഷൻ, കൺഫ്യൂഷൻസ്, റെസ്റ്റ്ലെസ്നെസ്, ഡെലീറിയം ഇൻ എൽഡർലി പീപ്പിൾസിനകത്ത് കൂടുതലായിട്ട് CNS ഇഫക്റ്റ് കാണുന്നത് ഹലൂസിനേഷൻ, കൺഫ്യൂഷൻ, റെസ്റ്റ്ലെസ്നെസ് ആൻഡ് ഡെലീറിയം. ആൻഡ് CNS മാത്രമല്ല CVS ഇഫക്റ്റും ഉണ്ട്. CVS ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ ബ്രാഡിക്കാർഡിയ, AV ബ്ലോക്ക്, ഏട്രിയൽ ഫിബ്രിലേഷൻ, വെൻട്രിക്കുലർ ടക്കിക്കാർഡിയ ആൻഡ് വെൻട്രിക്കുലർ എക്സ്ട്രാ സിസ്റ്റോൾസ് ഉണ്ട്. ദെൻ CNSൻ്റെ നോർമലി എല്ലാവർക്കും കാണുന്ന ഇഫക്ട്സ് ആണ് ഹെഡ് ഏക്ക്, ഡിസിനസ്, റാഷസ് ആൻഡ് ഡയേറിയ. ഹെഡ് ഏക്ക്, ഡിസിനസ്, റാഷസ് ആൻഡ് ഡയേറിയ. ആൻഡ് they also inhibit microsomal enzymes. ഈ മൈക്രോസോമൽ എൻസൈംസ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ഡ്രഗ് മെറ്റബോളിസത്തിനൊക്കെ. ചില ഡ്രഗ്സൊക്കെ അതിൻ്റെ ആക്ടിവേഷനൊക്കെ മൈക്രോസോമൽ എൻസൈംസ് ആവശ്യമുണ്ട്. മൈക്രോസോമൽ എൻസൈം എന്ന് പറയുമ്പോൾ മൈക്രോസോമൽ സൈറ്റോക്രോം P450 ഒക്കെ കിട്ടില്ല. അതുപോലത്തെ എൻസൈംസ് ഒക്കെ ആവശ്യമുണ്ട്. അപ്പം ഇവരെയൊക്കെ ഇത് ഇൻഹിബിറ്റ് ചെയ്താൽ വേറെ ഡ്രഗ്സ് ഒന്നും ആക്ടിവേറ്റ് ആകാതെ പോകും. ഇതാണ് ഇതിൻ്റെ അഡ്വേഴ്സ് ഇഫക്റ്റ് ഓഫ് സിമിറ്റിഡിൻ. ഇനി റാനിറ്റിഡിൻ്റെ ആണെങ്കിലോ ദേ ആർ മോർ പ്രിഫേർഡ്. സിമിറ്റിഡിൻ പ്രിഫേർഡ് അല്ല, റാനിറ്റിഡിൻ ഈസ് പ്രിഫേർഡ്. ദേ ആർ മോർ പൊട്ടൻറ്റ്, ലോങ് ആക്ടിങ് ആണ്. ആൻഡ് ദേ ഡോണ്ട് ഹാവ് എനി ആൻറ്റി അഡ്രിനർജിക് ഇഫക്റ്റ്. എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ, ടെസ്റ്റോസ്റ്റിറോണിനെ ആൻഡ് അഡ്രിനർജിക് റിസപ്റ്ററിലേക്ക് ബൈൻഡ് ചെയ്യുന്നത് ഡിസ്പ്ലേസ് ചെയ്യുമായിരുന്നു സിമിറ്റിഡിൻ. ബട്ട് റാനിറ്റിഡിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഇഫക്റ്റ് ഇല്ല. ദെൻ ദേ ഡോണ്ട് ഹാവ് എനി CNS ഇഫക്റ്റ് എക്സെപ്റ്റ് ഈ പേഷ്യൻറ്റ് ഓൾറെഡി മെൻ്റൽ അല്ലെങ്കിൽ ഹെപ്പാറ്റിക് ഡിസ്ഫങ്ഷനുള്ള പേഷ്യൻസിൽ CNS ഇഫക്റ്റ് ഉണ്ടാക്കും. അല്ലാതൊരു പേഷ്യൻറ്റിൽ CNS ഇഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല. ദെൻ ദർ ഈസ് നോ ഇൻഹിബിഷൻ ഓഫ് മൈക്രോസോമൽ എൻസൈംസ് ഇൻഹിബിറ്റ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ വേറെ ഡ്രഗ്സിൻ്റെ കൂടെ ഇത് കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റും. ദെൻ ഇതിൻ്റെ മെയിൻ ADRs ഒന്നും ഇല്ലെന്ന് പറയാൻ പറ്റില്ല. റാനിറ്റിഡിന് ADR ഉണ്ട്, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഉണ്ട്, ഹെഡ് ഏക്ക് ആൻഡ് ഇഫക്റ്റ് ഉണ്ട്, ഹെഡ് ഏക്ക് ആൻഡ് ഡിസിനസ്. ഇതായിരിക്കും ഇതിൻ്റെ ഇഫക്റ്റ് വരുന്നത്. ദെൻ യൂസസ് ഓഫ് H2 റിസപ്റ്റർ ബ്ലോക്കേഴ്സ്.
ഫസ്റ്റ് തന്നെ യൂസ് ചെയ്യുന്നത് പെപ്റ്റിക് കൾച്ചറിലാണ്. പെപ്റ്റിക് കൾച്ചറിൽ ഇറ്റ് പ്രൊഡ്യൂസസ് എ റാപ്പിഡ് റിലീഫ് ആൻഡ് heal ulcer. They heal ulcer and they have a rapid relief mechanism. Then gastritisന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നോൺ അൾസർ ഡിസ്പെപ്സിയയിൽ ഫസ്റ്റ് ലൈൻ ഓഫ് ഡ്രഗ് ആണ് H2 receptor block. First line of drug in non-ulcer dyspepsia. Then prevention of stress-induced ulcer and erosive gastritis. Stress-induced ആയിട്ടുള്ള അൾസറിനും erosive gastritisനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ സോളിഞ്ചർ എലിസൺ ഡിസീസ്. എന്താണ് സോളിഞ്ചർ എലിസൺ ഡിസീസ് എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതലായിട്ട് HCl പ്രൊഡ്യൂസ് ചെയ്യുന്നു. ബിക്കോസ് ഗ്യാസ്ട്രിൻ ലെവൽ നോർമലി ഒരു ആസിഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഗ്യാസ്ട്രിൻ ലെവൽ കൂടും. ഇറ്റ് റിസൾട്ട് ഇൻ എന്ത് ഹൈപ്പർ ആസിഡിറ്റിക്ക് കാരണമാകും. അതുപോലെ ഈ സോളിഞ്ചർ എലിസൺ ഡിസീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഗ്യാസ്ട്രിൻ ലെവൽ കൂടുന്നത് തന്നെ കാരണം വേറെയാണ്. ബിക്കോസ് ഓഫ് ഗ്യാസ്ട്രിൻ സെക്രീറ്റിംഗ് ട്യൂമർ ഉള്ളത് കൊണ്ട് ഗ്യാസ്ട്രിൻ ലെവൽ കൂടുന്നു, വിച്ച് റിസൾട്ട് ഇൻ പെപ്റ്റിക് അൾസർ. പിന്നെ ഇത് പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ബൈ ഡിക്രീസിങ് ദി ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ ആൻഡ് പ്രിവെൻറ്റ് ദി ഡാമേജ് ടു റെസ്പിറേറ്ററി മ്യൂക്കോസ. പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ എന്ന് പറയുമ്പോൾ അനസ്തേഷ്യ ആണല്ലോ. അപ്പോൾ ഈ ഡ്യൂറിങ് സർജറി ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ കുറയ്ക്കണം ടു പ്രിവെൻറ്റ് എന്തിനാ റെസ്പിറേറ്ററി മ്യൂക്കോസയിൽ ഇത് എഫക്റ്റ് ആവാതിരിക്കാൻ. ദെൻ GERD. GERDയിൽ എവിടെ ഇത് ഹെൽപ്പ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ആൻ ഓൾട്ടർനേറ്റീവ് ടു PPI, ദറ്റ് ഈസ് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്ററിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് ആണ് ജേർഡിൽ. ആൻഡ് ഇൻ മൈൽഡ് ജേർഡിലാണെങ്കിൽ അൻറ്റാസിഡ്സ് ആർ യൂസ്ഡ്. ബട്ട് ഈ അൻറ്റാസിഡ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ആക്ടിങ് ആണല്ലോ. ദാൻ അൻറ്റാസിഡ് H2 റിസപ്റ്റർ ബ്ലോക്കേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്, ഓൾട്ടർനേറ്റീവ് ഫോർ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ ആയിട്ടുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സിനെ കുറിച്ചാണ്. പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്ററിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുമ്പോൾ ഈ പ്രസോൾസ് വരുന്നവർ, ലാൻഡോപ്രസോൾ, ഒമിപ്രസോൾ, പാൻഡോപ്രസോൾ, ഈ പ്രസോൾസ് വരുന്നവരാണ് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ്. ദെൻ ഇതെങ്ങനെയാണ് ഇവിടെ ആക്ട് ചെയ്യുന്നതെന്ന്. സാധാരണ ഒമിപ്രസോളൊക്കെ പ്രോ ഡ്രഗാണ്. ഈ പ്രോ ഡ്രഗിനെ ആക്ടിവേറ്റ് ആവുന്നത് അസിഡിക് എൻവയോൺമെൻറ്റ് വരുമ്പോഴാണ്. അങ്ങനെ ഇത് എന്തായിട്ട് മാറും? സൾഫീനിക് ആസിഡായിട്ട് മാറും. ആക്ടിവേറ്റ് ആയി കഴിയുമ്പം ഈ സൾഫീനിക് ആസിഡ് സൾഫിനമൈഡ്സ് ആയിട്ട് മാറും. ഈ സൾഫിനമൈഡ്സ് എന്ത് ചെയ്യും? ദേ ഫോം എ കോവലന്റ് ബോണ്ട് ആൻഡ് ബൈൻഡ് ഇറിവേഴ്സിബിളി ആൻഡ് ഇൻഹിബിറ്റ് ATPase പമ്പിന്. ഈ പ്രോട്ടോൺ പമ്പ് എന്ന് പറയുമ്പം ഹൈഡ്രജൻ പൊട്ടാഷ്യം ATPase പമ്പാണല്ലോ, HK-ATPase പമ്പ്. ഇവർ പോയിട്ട് സൾഫിനമൈഡായിട്ട് മാറിക്കഴിയുമ്പോഴത്തേക്കും ദേ മേക്ക് എ കൊവലൻ്റ് ബോണ്ട്, അത് ഇറിവേഴ്സിബിൾ ബൈൻഡിങ് ആണ്, ആൻഡ് ഇൻഹിബിറ്റ് ഹൈഡ്രജൻ പൊട്ടാഷ്യം ATPase പമ്പ്. ദസ് ഡിക്രീസസ് ദി ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ. ഇങ്ങനെയാണ് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ വർക്ക് ചെയ്യുന്നത്. നൗ ഇതിൻ്റെ ഫാർമക്കോകൈനറ്റിക്സ് നോക്കാം. ഫുഡ് ഇൻ്റർഫെറൻസ് ആൻഡ് ഡിക്രീസ് അബ്സോർപ്ഷൻ. ഫാർമക്കോകൈനറ്റിക്സിൽ നമ്മൾ നേരത്തെ H2 റിസപ്റ്റർ ബ്ലോക്കർ പറഞ്ഞപ്പം അവർ ഫുഡ് ഇൻ്റർഫെറൻസ് ഇല്ലായിരുന്നു. ഫുഡിൻ്റെ കൂടെ കഴിച്ചെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നുമില്ല, അതിൻ്റെ അബ്സോർപ്ഷൻ കുറയില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ ആണെങ്കിൽ ഫുഡ് ഇൻ്റർഫിയറൻസ് ഉണ്ട് ആൻഡ് ഓൾസോ ഡിക്രീസസ് ദി അബ്സോർപ്ഷൻ. ഇത് എന്തുകൊണ്ടാണ്? ബിക്കോസ് മാക്സിമം നമ്പർ ഓഫ് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് ആർ ആക്റ്റീവ് by about 1 hour after food and can be inhibited. Proton pump inhibitor should be taken 1 hour before food. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് മനസ്സിലായില്ലേ? നമ്പർ ഓഫ് പ്രോട്ടോൺ പമ്പ്സ് കൂടുന്നത് 1 hour ആഫ്റ്റർ ഫുഡ് കഴിഞ്ഞിട്ടായിരിക്കും. സോ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ കഴിക്കുന്നവർ 1 hour ബിഫോർ ദി ഫുഡ് കഴിക്കണം, ബിക്കോസ് ഇവർക്കൊരു ഫുഡ് ഇൻറ്ററാക്ഷൻ ഉണ്ട്. ദെൻ EDR, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ്. ഷോർട്ട് ആക്ടിങ് ആണെങ്കിലും ലോങ് ആക്ടിങ് ആണെങ്കിലും, ഷോർട്ട് ആക്ടിങ് എന്നല്ല, ഷോർട്ട് പീരീഡ് ഓഫ് ഡ്യൂറേഷനിൽ ഇത് കഴിച്ചാലും ലോങ് പീരീഡ് ആയിട്ട് ലോങ് റൺ പ്രൊലോങ്ഡ് ആയിട്ട് ഡ്രഗ് എടുത്താലും 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ADRs ആയിരിക്കും ഉണ്ടാകുന്നത്. ഷോർട്ട് ഡ്യൂറേഷനിലാണെങ്കിൽ കോസസ് ഡിസിനസ്, ഹെഡേക്ക്, ഡയറിയ, അബ്ഡോമിനൽ പെയിൻ, നൂസിയ ആൻഡ് ആർത്രാൾജിയ. പെയിൻ ഉണ്ടാക്കും, നൂസിയ വൊമിറ്റിംഗ് ഉണ്ടാക്കും, ദെൻ അബ്ഡോമിനൽ പെയിൻ ഉണ്ടാക്കും, ഹെഡേക്ക്, ഡിസിനസ് ആൻഡ് ഡയറിയ. ഇനിയിപ്പോൾ പ്രൊലോങ്ഡ് ആക്ഷൻ വരുമ്പോഴത്തേക്ക് ഇറ്റ് കോസസ് ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത്. കൂടുതൽ സമയം ഈ സ്റ്റൊമക്കിൽ HCl ആണല്ലോ ബാക്ടീരിയസിനെയും മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ ഒരു പരിധി വരെ ഡിസ്ട്രോയ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ലോങ് ആക്ടിങ് ആയിട്ട് ഈ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് കഴിക്കുമ്പോൾ എന്ത് പറ്റും? ഗ്യാസ്ട്രിക് ആസിഡിൻ്റെ ലെവൽ കുറയും. സോ ബാക്ടീരിയയ്ക്ക് ഓവർ ഗ്രോത്ത് ഉണ്ടാക്കും. then vitamin B12 ഡെഫിഷ്യൻസി, ബിക്കോസ് HCl-ഉം ഇൻട്രിൻസിക് ഫാക്ടറും സെക്രീറ്റ് ചെയ്യുന്നത് പരൈറ്റൽ സെല്ലിലാണ്. ഈ ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ കുറയ്ക്കാന്ന് പറയുമ്പോൾ പരൈറ്റൽ സെല്ലിനെ ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ HCl-ഉം പ്രൊഡ്യൂസ് ആവുന്നില്ല, ഇൻട്രിൻസിക് ഫാക്ടറും പ്രൊഡ്യൂസ് ആവുന്നില്ല. അപ്പോൾ ഇൻട്രിൻസിക് ഫാക്ടർ ഉണ്ടെങ്കിലേ വിറ്റാമിൻ B12 അബ്സോർബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതിൻ്റെ ഡെഫിഷ്യൻസി വരും, അബ്സോർബ് ആവാൻ പറ്റാത്തതുകൊണ്ട്. ദെൻ ആസിഡ് നീഡ് ഫോർ അബ്സോർപ്ഷൻ ഓഫ് മഗ്നീഷ്യം, കാൽഷ്യം ആൻഡ് അയൺ, കാൽഷ്യം, മഗ്നീഷ്യം പോലത്തെ മിനറൽസിന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് ആസിഡിക് മീഡിയം വേണം.
ആൻഡ് ഇൻക്രീസസ് റിസ്ക് ഓഫ് ഓസ്റ്റിയോപോറോസിസ്. കാൽഷ്യം ഒന്നും അബ്സോർബ് ആവുന്നില്ലല്ലോ, അപ്പം എന്ത് പറ്റും, ബോണിൽ നിന്നായിരിക്കും കാൽഷ്യം ബ്ലഡിലേക്ക് എടുക്കുന്നത്. സോ റിസൾട്ടിങ് ഇൻ ഓസ്റ്റിയോപോറോസിസ്. ഇൻക്രീസ്ഡ് ഗ്യാസ്ട്രിൻ ലെവൽ ഡ്യൂ ടു ഡിക്രീസ്ഡ് അസിഡിറ്റി റിസൾട്ട് ഇൻ ഹൈപ്പർ അസിഡിറ്റി. ഈ അസിഡിറ്റി കുറയ്ക്കുമ്പോൾ എന്ത് പറ്റും, കൂടുതൽ ഗ്യാസ്ട്രിൻ നമ്മുടെ സ്റ്റൊമക്കിൽ പ്രൊഡ്യൂസ് ആവുന്നുണ്ടാവും. അങ്ങനെ കൂടുതൽ ഗ്യാസ്ട്രിൻ പ്രൊഡ്യൂസ് ആയത് എന്ത് ഉണ്ടാക്കും, ഫൈനലി ഹൈപ്പർ അസിഡിറ്റി ഉണ്ടാക്കും. അതുകൂടാതെ അട്രോഫിക് ചേഞ്ചസ് ഇൻ സ്റ്റൊമക്ക്. ഇതാണ് ഇതിൻ്റെ ADR വരുന്നത്. ഡ്രഗ് ഇൻറ്ററാക്ഷൻസ്. Decrease in drug need gastric acidity for absorption when combined pepticals, proton pump inhibitors. So the absorption needed for the drug needs gastric acidity for the absorption. സാധാരണ ഒരു ഡ്രഗിന് ഗ്യാസ്ട്രിക് ആസിഡിറ്റി വേണം, അസിഡിക് pH വേണം അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്. when combined with the PPI, proton pump inhibitors in the specialty എന്തായാലും decreases the gastric acidity. സാധാരണ ഒരു ഡ്രഗിന് അസിഡിറ്റി വേണം അബ്സോർബ് ആവാൻ, അപ്പം അബ്സോർപ്ഷൻ കുറയ്ക്കുക ചെയ്യുന്നത് ഗ്യാസ്ട്രിക് ആസിഡിറ്റി കുറയുമ്പം വിത്ത് PPI. അപ്പോൾ PPI കോമ്പൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല ഡ്രഗ്സ്. അതാണ് ഫസ്റ്റ് ഡ്രഗ് ഇൻറ്ററാക്ഷൻ. നെക്സ്റ്റ് എൻസൈം ഇൻഹിബിറ്റർ ആണല്ലോ, മൈക്രോസോമൽ സൈറ്റോക്രോം CYP3A4 ആൻഡ് CYP2C19. ഈ രണ്ട് മൈക്രോസോമൽ സൈറ്റോക്രോം എൻസൈംസിനാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ഈ CYP2C19 ഉണ്ടല്ലോ, അവരെ ഇത് എഫക്റ്റ് ചെയ്യും. അത് ഇൻഹിബിഷൻ നടക്കുമ്പം ക്ലോപ്പിഡോഗ്രലിന് ആക്ടിവേറ്റ് ആവാൻ പറ്റില്ല. അപ്പോൾ ക്ലോപ്പിഡോഗ്രൽ ഈ PPIൻ്റെ കൂടെ കഴിക്കാൻ പറ്റില്ല, കോമ്പൈൻ ചെയ്ത് കഴിക്കാൻ പറ്റില്ല. നോ യൂസസ് പറയുമ്പം H2 റിസപ്റ്റർ ബ്ലോക്കേഴ്സുമായിട്ട് അത്യാവശ്യം സിമിലർ യൂസസ് ആണ് വരുന്നത്. അത് കൂടാതെ എക്സ്ട്രാ 2-3 യൂസസും കൂടി ഉണ്ടെന്നേ ഉള്ളൂ. ഫസ്റ്റ് ഇത് പെപ്റ്റിക് അൾസറിന് യൂസ് ചെയ്യാം, ബിക്കോസ് ദേ ഹെൽപ്സ് ഇൻ അൾസർ ഹീലിംഗ് ആൻഡ് പെയിൻ റിലീഫിനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഇത് കൂടാതെ H2 റിസപ്റ്റർ ബ്ലോക്കേഴ്സിൽ ഈ പെപ്റ്റിക് അൾസറിന് എന്തുകൊണ്ട് ഇത് യൂസ് ചെയ്യുന്നു എന്നുള്ളത് സെയിം തന്നെ, അൾസർ ഹീലിംഗ് പെയിൻ റിലീഫും കാരണം തന്നെ. പക്ഷേ ഈ PPIയുടെ സ്പെഷ്യാലിറ്റി ഇത് ബ്ലീഡിങ്ങും കൂടെ കുറയ്ക്കും. ദെൻ ഗ്യാസ്ട്രിനോമ. ഗ്യാസ്ട്രിനോമ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇൻക്രീസ്ഡ് ഗ്യാസ് സെക്രീഷൻ ആയിരിക്കും. അങ്ങനെ എന്ത് പറ്റും, പെപ്റ്റിക് അൾസർ ഫൈനലി റിസൾട്ട് ചെയ്യും. ഈ ഗ്യാസ്ട്രിക് സെക്രീഷൻ കുറയ്ക്കാൻ ഡ്രഗിനെ കൊണ്ട് പറ്റും, ഈ PPIനെ കൊണ്ട് പറ്റും. ഡ്രഗ് ഇൻഡ്യൂസ്ഡ് അൾസേഴ്സ് ഉണ്ടാവുമല്ലോ, ഡ്രഗ് ഇൻഡ്യൂസ്ഡ് അൾസേഴ്സ് ആണ് ഏത് ഡ്രഗാണ്, NSAIDs യൂസ് ചെയ്യുമ്പം ഡ്രഗ് ഇൻഡ്യൂസ്ഡ് അൾസേഴ്സ് ഫോം ചെയ്യാം. അതിന് ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഈ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് യൂസ് ചെയ്യാം. സോളഞ്ചർ എലിസൺ സിൻഡ്രോം നേരത്തെ പറഞ്ഞിരുന്നു എന്താ അത്, ഗ്യാസ്ട്രിക് സെക്രീഷൻ കൂടുക ബിക്കോസ് ഓഫ് ട്യൂമർ. അതിന് വേണ്ടി ട്രീറ്റ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ H2 റിസപ്റ്റർ ബ്ലോക്കേഴ്സിൻ്റെ എന്താ പറയുന്നത്, ഡിക്രീസ്ഡ് ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ ഡ്യൂറിങ് സർജറി ഫോർ ടു പ്രിവെൻറ്റ് ഡാമേജ് ഓഫ് റെസ്പിറേറ്ററി മ്യൂക്കോസയാണ് പറഞ്ഞത്. എന്നാൽ ഇവിടെ പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ്റെ ആണെങ്കിൽ ദേ ഡിക്രീസസ് ദി ഡാമേജ് ടു ഗ്യാസ്ട്രിക് മ്യൂക്കോസ. H2 റിസപ്റ്റർ ബ്ലോക്കേഴ്സ് നമ്മൾ കൊടുക്കുന്ന റെസ്പിറേറ്ററി മ്യൂക്കോസയ്ക്ക് ഡാമേജ് വരാതിരിക്കാനാണ്, എന്നാൽ PPI കൊടുക്കുന്ന ഗ്യാസ്ട്രിക് മ്യൂക്കോസയ്ക്ക് ഡാമേജ് വരാതിരിക്കാനാണ്. GERD ആണെങ്കിൽ ലോങ് ടേം ആസിഡ് സപ്രസറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഡിസ്പെപ്സിക്ക് യൂസ് ചെയ്യുന്നു, നോൺ അൾസർ ഡിസ്പെപ്സിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ H. pylori റെജിമെൻറ്റിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കിതൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. H2 റിസപ്റ്റർ ബ്ലോക്കേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ടിഡിൻ വരുന്നവരാണ്, റാനിറ്റിഡിൻ. അവരെന്താ ചെയ്യുന്നത്, H2 റിസപ്റ്റർ ബ്ലോക്ക് ചെയ്യും, പാരറ്റൽ സെല്ലുകൾ H2 റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യും കോമ്പറ്റിറ്റീവ്ലി. അങ്ങനെ ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ കുറയ്ക്കും. അതെന്ന് പറയുമ്പോൾ ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ്റെ വോളിയവും അസിഡിറ്റിയും കുറയ്ക്കുന്നുണ്ട്. ബേസൽ, നോക്ടേണൽ ആൻഡ് ഫുഡ് ഇൻഡ്യൂസ്ഡ് സെക്രീഷൻസും കുറയ്ക്കും. ആൻഡ് ദസ് ദേ ഹീൽ പെപ്റ്റിക് അൾസർ. ADR പറയുമ്പോൾ സിമിറ്റഡിനും റാനിറ്റിഡിനും ഉണ്ട് ADRs. സിമിറ്റഡിൻ്റെ പറയുന്നത് രണ്ടും ഡ്രഗ്സ് ആണ്. സിമിറ്റഡിൻ്റെ ആണെന്നുണ്ടെങ്കിൽ എന്താ, ആൻറ്റി അഡ്രിനർജിക് ഇഫക്റ്റ് ഉണ്ട്. ടെസ്റ്റോസ്റ്റിറോണെ അഡ്രിനർജിക് റിസപ്റ്ററിലേക്ക് ബൈൻഡ് ചെയ്യുന്നത് ഡിസ്പ്ലേസ് ചെയ്ത് H2 റിസപ്റ്റർ ബ്ലോക്കേഴ്സ് ബ്ലോക്ക് ചെയ്യും. Then they increases the plasma prolactin level, inhibit estrogen metabolism in the liver, and prolonged action in the gynecomastia ഉണ്ടാക്കാം, decrease the sperm count, impotence, loss of libido, galactorrhea in women, etc. Then CNS effect ഉണ്ട് അവർക്ക് ADR ആയിട്ട്, hallucination, confusion, restlessness, delirium in elderly peoples, and അതുകൂടാതെ ഡിസിനസ്, ഹെഡേക്ക്, റാഷസ് ആൻഡ് ഡയോറിയ ഒക്കെ കോമൺ ആയിട്ട് വരുന്നത്. CVS effect എന്ന് പറയുമ്പോൾ ബ്രാഡിക്കാർഡിയ, AV ബ്ലോക്ക്, atrial fibrillation, ventricular tachycardia, ventricular extrasystoles. And they inhibit microsomal enzymes. Ranitidine ആണെങ്കിൽ they are more preferred. They are more potent, long acting ആണ്, no anti-adrenergic effect, no CNS effect. അതുകൂടാതെ no inhibition microsomal enzymes on ADR ആയിട്ട് headache and dizziness ആണ് പറയുന്നത്. ഈ യൂസസ് ഓഫ് H2 റിസപ്റ്റർ ബ്ലോക്കേഴ്സ് എന്ന് പറയുമ്പോൾ പെപ്റ്റിക് അൾസറിൽ യൂസ് ചെയ്യുന്നുണ്ട്.
ഗ്യാസ്ട്രൈറ്റിസിൽ യൂസ് ചെയ്യുന്നുണ്ട്. പ്രിവെൻഷൻ ഓഫ് സ്ട്രെസ്, അതുകൂടാതെ സോളിഞ്ചർ റിലീസൻ സിൻഡ്രോത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. GERDയിലും യൂസ് ചെയ്യുന്നുണ്ട്. ഗ്യാസ്ട്രോ ഈസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ്, അതാണ് GERD. ദെൻ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എങ്ങനെയാണ്? സാധാരണ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് ഒക്കെ പ്രോ ഡ്രഗ് ആണ്. അവർ ആക്ടിവേറ്റ് ആണ് അസിഡിക് pH, അസിഡിക് എൻവയോൺമെൻറ്റിലാണ്. അങ്ങനെ കൺവേർട്ടഡ് ടു സൾഫിനമിക് ആസിഡ്. സൾഫിനമിക് ആസിഡ് സൾഫിനമൈഡ് ആയിട്ട് മാറും. ദേ മേക്ക് എൻ ഇർറിലവൻറ്റ് ബൈൻഡിങ് ആൻഡ് ഇൻഹിബിറ്റ് ദി ഹൈഡ്രജൻ പൊട്ടാഷ്യം ATPase പമ്പ് ആൻഡ് എന്ത് സംഭവിക്കും? ഡിക്രീസസ് ദി ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ. ഫാർമക്കോകൈനറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താ? They interfere with the food interference ഉണ്ട് ഇവർക്ക്. By this decreases the absorption. Food interference എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം നമ്പർ ഓഫ് പ്രോട്ടോൺ പമ്പും ആക്ടിവേറ്റ് ആവുന്നത് 1 hour ആഫ്റ്റർ ഫുഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് കൊടുക്കുകയാണെങ്കിൽ 1 hour ബിഫോർ ദി ഫുഡാണ് കൊടുക്കേണ്ടത്. ADR എന്ന് പറയുമ്പോൾ ഷോർട്ട് ആക്ടിങ് ഉണ്ട്. ഷോർട്ട് ടേം ADR ഉണ്ട്, ലോങ് ടേം ADR ഉണ്ട്. ഷോർട്ട് ടേം എന്ന് പറയുമ്പോൾ ഡിസിനസ്, ഹെഡ് ഏക്ക്, ഡയേറിയ, അബ്ഡോമിനൽ പെയിൻ, നോസിയ, ആർത്രാൾജിയ ആൻഡ് റാഷസ്. ലോങ് ടേം ആണെങ്കിൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത്, വിറ്റാമിൻ B12 ഡെഫിഷ്യൻസി, ദെൻ മഗ്നീഷ്യം, കാൽഷ്യം, അയൺ ഡെഫിഷ്യൻസി, ഓസ്റ്റിയോപോറോസിസ്, ഗ്യാസ്ട്രിൻ ലെവൽ കൂടുമ്പോൾ ആസിഡിറ്റി ഉണ്ടാകാം, എട്രോപിക് ചേഞ്ചസ് ഇൻ ദി സ്റ്റൊമക്ക്. ഡ്രഗ് ഇൻട്രഡക്ഷൻ എന്ന് പറയുമ്പോൾ ഡിക്രീസസ് ദി അബ്സോർപ്ഷൻ ഓഫ് അതർ ഡ്രഗ്സ്. ഈ PPH ഉണ്ടെങ്കിൽ, കാരണം അസിഡിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഉണ്ട് ഡ്രഗിൻ്റെ അബ്സോർപ്ഷനുമായിട്ട്. ദെൻ എൻസൈം ഇൻഹിബിഷൻ ഉണ്ട്. CYP3A-യും 3A4-ഉം CYP2C19-ഉം. ഈ CYP2C19 ആണ് ഈ ക്ലോപ്പിഡോഗ്രലിൻ്റെ ആക്ടിവേഷന് ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡ്രഗ് ഇൻട്രാക്ഷൻ ഉണ്ട് PPI-യുമായിട്ട്. ഇതിൻ്റെ യൂസസ് സിമിലർ ടു ദാറ്റ് ഓഫ് H2 റിസപ്റ്റർ ബ്ലോക്കേഴ്സ് ആണ്. പെപ്റ്റിക് അൾസറിന് യൂസ് ചെയ്യും, ഗ്യാസ്ട്രിനോമയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ട്, ഡ്രഗ് ഇൻഡ്യൂസ്ഡ് അൾസേഴ്സ്, സോളിഞ്ചർ റിലീസൻ സിൻഡ്രോം, പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻസ് ആയിട്ട്, ജേർഡായിട്ട്, ദെൻ GERD ഒക്കെ, ദെൻ ഡിസ്പെപ്സി എന്ന് പറയുമ്പോൾ നോൺ അൾസർ ഡിസ്പെപ്സിയയ്ക്ക് H. പൈലോറി റെജിമെൻറ്റിലുമൊക്കെ ഇത് ഇൻക്ലൂഡഡ് ആണ്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കിയുള്ള സബ് ക്ലാസ്സസിനെ കുറിച്ച് പറയുന്നതാണ്. ആൻഡ് ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ്, please do like, share and subscribe. Thank you.